പറഞ്ഞു നമ്മൾ ബെന്നിക്കൊരു ബൈക്ക് ഗിഫ്റ്റ് നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബൈക്ക് വാങ്ങാൻ പോകാൻ കേട്ടോ. നമ്മളേതായാലും ഒരു നിഞ്ച വാങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടില്ലേ. നമ്മൾ പിന്നെ പണ്ടേ കുറച്ചൊക്കെ പൈസക്കാരനാണ്. അപ്പം നമുക്ക് നിഞ്ച വാങ്ങുമ്പോൾ നമുക്കൊന്ന് വലിയൊരാളെ അല്ലേ, പൈസക്കാരല്ലേ നിഞ്ചയൊക്കെ വാങ്ങുക. അപ്പം നമുക്ക് ഏതായാലും നമ്മളെ റോൾസ് റോയ്സ് എടുത്ത് പോകാം. അപ്പോൾ ഷോറൂം എത്തിയിട്ട് കാണട്ടോ. അപ്പം അങ്ങനെ ഷോറൂം എത്തിയിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഈ ഷോറൂമിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ ഷോറൂമിൽ എന്താപ്പോൾ ബൈക്കും ഉണ്ടാവും, അല്ല സോറി KTM നിഞ്ചയും മാത്രമുള്ള ഷോറൂമാട്ടോ. ഇപ്പോൾ ഈ നിഞ്ചയൊക്കെ കാണുമ്പോൾ 2 KTM 2 നിഞ്ച എടുക്കാം. ഒരു നിഞ്ച ഒരു KTM ഒന്ന് എനിക്കും, പിന്നെ ഒരു നിഞ്ച ഒരു KTM ബെന്നിക്കും കേട്ടോ. അങ്ങനെ എടുക്കാൻ തോന്നുകയാണ്. അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകുക. റോൾസ് റോയ്സ് നമ്മളെ തുണക്കാരൻ കൊണ്ടുപോകും കേട്ടോ. നമുക്കൊന്ന് വിളിച്ചു നോക്കുക. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു ലോറി ഉണ്ട് കേട്ടോ. അത് ഓൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോകാൻ ചോക്കാം. എന്നാൽ പിന്നെ അതിൽ കയറ്റി കൊണ്ടുപോകാമല്ലോ, ചോദിച്ചു നോക്കട്ടെ. അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കൊണ്ടും കാത്തിരിക്കാം. അപ്പോൾ ഇതാ ഗൈസ് വലിയൊരു കാണ്ട ലോറിയാണ് കേട്ടോ. ഇപ്പോൾ കൊടുന്നിട്ടുണ്ട്. എന്നിട്ട് വേഗം സ്ഥലം വിട്ടുവെക്കണോ. വണ്ടിയൊക്കെ നമ്മൾ ചങ്ങായി വേണ്ടും. അപ്പം നമുക്ക് ആദ്യം ഒരു KTM വണ്ടി കയറ്റാം. ഓക്കെ, നല്ല പണി തന്നെ കേട്ടോ. ഇപ്പോൾ ഫുൾ കയറ്റാൻ വേറെ ഒന്നും അറിയണ്ട, ഇനി കയറ്റുക അത്ര ഉള്ളൂ. കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മക്കളെ. അപ്പോൾ വണ്ടിയൊക്കെ ഫുള്ള് കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ 2 നിഞ്ചും 2 KTM. അപ്പോൾ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കണത് പൈസ ഗൂഗിൾ പേ ചെയ്താൽ മതി. ലോറിയൊക്കെ നമ്മളഞ്ഞോട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടൊക്കെ കഴിച്ചിലായി. പിന്നെ വീട് വരെ ലോറിയും കൊണ്ട് പോകാനേ നല്ല പണി തന്നെയാണ്. എന്താണ് ലോറിൻ്റെ വെയിറ്റ്. വല്ല കാർ വേണമെങ്കിൽ ഇപ്പം ഇത് വളച്ചും തിരിച്ചും ഇരിക്കണം. നേരം കൊടിയിലെത്തിയത് കേട്ടോ. ആദ്യം ബെന്നിയുടെ വീട്ടിൽ കേട്ടോ നമ്മൾ. അപ്പോൾ ഗേസ് ബെന്നിയുടെ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. ബെന്നിക്കൊന്ന് വിളിച്ചു നോക്കാം. ബെന്നിയുടെ ഇവിടെ കാണാനില്ല. അപ്പോൾ ബെന്നി ഗേസ് കാർ പോർച്ചിൽ വണ്ടി നിർത്തിയിട്ടാണ് കേട്ടോ പറഞ്ഞിരിക്കണം. നല്ല ടാങ്ക് പറഞ്ഞിരിക്കണോ. അതിന് ബെന്നി നമുക്കൊരു ഗിഫ്റ്റ് തരുന്ന് പറഞ്ഞിട്ടോ. ബെന്നി തന്നിട്ട് കാണാം. ഒന്നാമത് മഹാബിസ്കന ഈ ലോറിയൊക്കെ എന്ത് ഇതാണ്. നേരെ നിൽക്കാറ വണ്ടി എടുക്കാനും പറ്റൂല. നമുക്കിന്ന് ഏതായാലും ലോറിയിൽ നിന്നൊക്കെ വണ്ടി എടുക്കാൻ ഭയങ്കര പാടാണ്. ആദ്യം നമുക്ക് ഈ KTM ഒന്നും എൻ്റെ കുടിച്ച് നിർത്തിയിടാം. KTM ഒന്ന് പോകും. KTM ഇതാ കാർ പാർച്ചിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ബെന്നിക്ക് കാറില്ലാന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. എന്നങ്ങനെ കരുതണ്ട. ബെന്നി ഫാമിലി ട്രിപ്പ് ഒരു കാറിൽ പോയിക്കാം. അവൻ്റെ ഷോറൂമിൽ പിന്നെ കാറുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കേസ് അടുത്ത നമുക്ക് ബെന്നിയുടെ വീട്ടിൽ നമുക്ക് നിർത്തിയിടാം കേട്ടോ. നിഞ്ച കവാസാക്കി നിഞ്ച H2R. ഈ വണ്ടിക്ക് എന്താ വല്ല കേടുണ്ടോ? ഈ വണ്ടി എന്താ ഇപ്പോൾ അത്? അപ്പോൾ നേരമായി. വണ്ടി സ്റ്റാർട്ടാവണില്ലേ. സ്റ്റാർട്ടായിട്ടില്ലെങ്കിൽ ഷോറൂം കൊണ്ടുപോയി കൊടുത്ത് പുതിയ നിഞ്ച എക്സ്ചേഞ്ച് ചെയ്ത് നമ്മൾ എടുക്കും കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനത്തെ ആളല്ലേ. അങ്ങനെയാണ്. അപ്പോൾ ഗേസ് പിന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ ഇതിൻ്റെ ഈ ലോറി ഉണ്ടോ, ഇത് നമുക്ക് സ്വന്തത്തിന് നിൽക്കണം നമ്മൾ ഫ്രണ്ട്. അപ്പോൾ അതിനുള്ള പൈസക്ക് നമ്മൾ എനിക്ക് കൊടുത്തുകൊണ്ടോ. അപ്പം നമുക്ക് അടുത്തത് നമ്മളെ വീട്ടിലേക്ക് പോകാം. പിന്നെ നമ്മളെ വീട്ടിലേക്ക് പോകാം കേട്ടോ. നമുക്ക്
എമ്മാതിരി ഉഗാണ്ട ലോറിയത് ഇത് ഓടിച്ചാണെങ്കിൽ നേരെ പഠിച്ചൊന്നും വയ്ക്കണില്ല. സത്യം പറയാ എനിക്ക് വയ്ക്കണില്ല ലോറി. പിന്നെ കൂടി അപ്പം ഗേസ് നമ്മൾ വീട് അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിനി നമ്മളെ സ്വന്തം KTM നിഞ്ച കവാസാക്കി നിഞ്ച H2R ഇറക്കട്ടോ. വലിയമ്മക്ക് എന്ത് ഗിഫ്റ്റാ തരിക അതെനിക്ക് ആലോചിച്ചിട്ടാണ്. പിന്നെ പാട്ട ഗിഫ്റ്റും അല്ല, കാരണം ഇതുറപ്പാ. അധികം പിന്നെ കാറ് തരാണ് കേട്ടോ സാധ്യത. കാരണം ബെന്നിക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ്. എന്താണെന്നറിയോ, അത് ഓൻ കാറിനോളും തരിക. നമ്മൾ വർത്താനം പറഞ്ഞിരുന്ന നേരം കൊണ്ട് നമ്മളെ ഫ്രണ്ട് റോൾസ് റോയ്സും പെരയിൽ വെച്ച് സ്ഥലം വിട്ടു. നമുക്കിനി നിഞ്ചയും കൂടി ഇറക്കട്ടോ വണ്ടീനെ. നമുക്ക് എത്ര വണ്ടിയായി? നിഞ്ച, KTM, താറ്, ലോറി, എന്തൊക്കെ ബെന്ന് തരാൻ പോണ വണ്ടിയും കൂടി. നമ്മളിനി ഈ താറ് വിൽക്കുക കേട്ടോ. താറ് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലോറി ഇത് നല്ല ഉപകാരമാണ്, റോൾസ് റോയ്സ് പിന്നെ മെയിനാകാൻ. താറ് വിട്ടിട്ട് ഒരു ബുഗാട്ടി എല്ലാം വാങ്ങണം എനിക്ക്. എന്നാൽ ശരി, ബായ്. അപ്പം നമ്മൾ വീഡിയോ കാണാറും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണില്ല. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നോക്കുക. ബായ്.